വലിയവനും നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും സർവശക്തനുമായ ബലവാനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവത്തിനായി സ്തുതി. നാം 18-ാം സങ്കീർത്തനം അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് അതിൻ്റെ ദീർഘമായ വാക്യങ്ങളാണ്. 50 വാക്യങ്ങളോളം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ 30 വരെ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ വളരെ മനോഹരമായൊരിതാണ്, അതായത് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ശേഷം ദാവീദ് പാടിയതായ സങ്കീർത്തനം, ജയത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇത്. ഓവർകമ്മേഴ്സ്, ജയാളികളുടെ ഒരു സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശത്രുക്കളുടെ അഭാവമല്ല യുദ്ധമെന്ന് പറയുന്നത്. യുദ്ധത്തിൽ ജയം, ശത്രുവുണ്ട്, ശത്രുക്കളെ നമ്മൾ ജയിക്കുന്നതാണ് ജയത്തിൻ്റേത്. അപ്പോൾ ശത്രുക്കളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിനെ നമ്മൾ ജയിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ കാണുകയാണ് 28-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമോ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ അവിടെ സദൃശവാക്യങ്ങൾ അതിൻ്റെ 20-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. നമ്മുടെ ആത്മാവിലാണ്. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവിനോട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ ആത്മീയത ആത്മാവിന് ബന്ധപ്പെട്ടതല്ല, എല്ലാം ജഡികമാണ്. ജഡത്തിലാണ് എല്ലാം നടക്കുന്നത്, ജഡികമായ എല്ലാ കാര്യങ്ങളും. എന്നാൽ ആത്മാവിലാണ് ആത്മീയത സംഭവിക്കുന്നത്. നമ്മുടെ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവുള്ളതുപോലെ നമ്മുടെ ആത്മാവുണ്ട്. നമുക്കുമുണ്ട് ആത്മാവും ദേഹവും ദേഹിയും, ദേഹവും പ്രാണനും ആത്മാവും, ഇങ്ങനെ 3 പാർട്സ്. ദൈവത്തിൻ്റെ ത്രിയേകത്വം പോലെ തന്നെ ഒരു തൃത്വത്തിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ പ്രതിഫലനം നമ്മളിലും ദൈവം വെച്ചിട്ടുണ്ട്. ദേഹം, ദേഹി, ആത്മദേഹി ദേഹം നമ്മൾ പറയും. അപ്പം നമ്മുടെ ആത്മാവിലാണ് ഈ സ്പിരിച്വൽ, ഈ ആത്മീയ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നീ എൻ്റെ ദീപത്തെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് പ്രശോഭിക്കും. ആന്തരികമായ ശക്തി, ബലം, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ പകരുന്നതാണ്. അപ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നാലും ഇവിടെ മീഖാ പ്രവാചനത്തിലൊരു വാക്യമുണ്ട്, വളരെ നമുക്കതൊരു പോസിറ്റീവ് ഇതായിട്ട് നമുക്ക് ഇപ്പോഴും ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറയുകയാണ് മീഖാ പ്രവാചന പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. പറയുക, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചതിലോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എൻ്റെ ശത്രു അത് കാണും. ഇവിടെ പറയുകയാണ്, ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുമെന്നവിടെ പറയുകയാണ്. അത് പ്രതികൂലങ്ങളിലും പ്രത്യാശ, അത് നമ്മുടെ ഹോപ്പ്, അത് നമ്മുടെ ഒരു വലിയ ദീപമായിട്ട് നമ്മുടെ കൈകളിലാണ് പ്രത്യാശ. നമ്മുടെ ഹൃദയത്തിൽ അത് വഹിക്കണം. ഏത് പ്രതികൂല സാഹചര്യം ഇതിനെ തരണം ചെയ്യുവാൻ, ഇതിനെ അതിജീവിക്കുവാൻ ദൈവകൃപയാൽ സാധിക്കും. ദൈവം എന്നെ സഹായിക്കും. ദൈവം എനിക്ക് വെളിച്ചമായിരിക്കും. ഇരുട്ട് മാറ്റാൻ വലിയ മറ്റൊന്നും വേണ്ട, പ്രകാശത്തിൻ്റെ സാന്നിധ്യം മതി. അത് പ്രകാശം ദൈവം തന്നെ. അപ്പോൾ നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ നേടുന്നത്. പിന്നെയോ ദൈവ സാന്നിധ്യമാണ്. അതാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ട് നീങ്ങിപ്പോവുക. ഇപ്പോൾ സൂര്യപ്രകാശത്തിന് മഞ്ഞുരുകുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിൽ ശത്രു പ്രതിബന്ധങ്ങളെല്ലാം ഉരുകി മാറുന്നു, എല്ലാ പ്രശ്നങ്ങളും അകന്നു മാറുന്നു. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തെല്ലായിട്ട് സാധിക്കണം. അതിൻ്റെ 7-18 തന്നെ പറയുന്നുണ്ട്, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവർ അതിക്രമം മോചിക്കുകയും നിന്നോട് സമനായ ദൈവമായിട്ടുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയില്ലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. നമ്മൾ ചിന്തിക്കണം, പിശാച് ന്യായാധിപതിയല്ല. അവൻ ന്യായാധിപതിയുടെ ഭാവം ചമഞ്ഞു വരും, ന്യായം വിധിക്കാനും ഇതാണ് തെറ്റ്. അവനെ നമ്മൾ ചെവിക്കൊള്ളണം. പിന്നെ അവൻ അപവാദിയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടുവരും. പക്ഷെ ദൈവമാണ് ന്യായാധിപതി, ദൈവമാണ് വിധിക്കുന്നത്. അതുകൊണ്ട് ദൈവവരങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ, ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കണം. അവിടെ നമ്മളെ സകല അതിക്രമങ്ങളിൽ നിന്ന് വിടുവിക്കും, സകല പ്രതിബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കും. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ വിടുവിച്ച ദൈവം
നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നേരിടേണ്ടി വരുന്ന ആത്മീകവും ഭൗതികവും ശാരീരികവും എല്ലാമായ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാൻ ദൈവകൃപ മതിയായതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം മറ്റുള്ളവരുടെ ദൂഷണങ്ങൾ പോലും മറ്റുള്ളവരുടെ അസൂയ പോലും നന്മയ്ക്കാക്കി ദൈവം മാറ്റി തീർക്കുന്നു. നമ്മൾ അസൂയപ്പെടാനല്ല, പക്ഷെ നമ്മളോട് മറ്റുള്ളവർക്കുള്ള അസൂയ പോലും ശത്രുക്കളുടെ ഓരോ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ സർവശക്തിക്ക് സാധിക്കും. അതാണ് യോസേഫിന്റെ സഹോദരങ്ങൾ അസൂയപ്പെട്ടു, അവൻ മിസ്രൈമിലേക്ക് വിറ്റു. പക്ഷെ അത് നന്മയുടെ ഒരു ഇതായിരുന്നു, ദൈവത്തിൻ്റെ വഴി അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ എതിർപ്പുകളെയും നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റി തീർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മുഖത്തരമാണ്. ഇനി അവിടെ പറയാണ് മറ്റൊരു പ്രത്യാശ ഇതാണ്: നീ എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തിൽ പ്രകാശം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. അതായത് ഓവർകമേഴ്സ്, അത് എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാൻ എൻ്റെ ദൈവത്താൽ അതിനെ ചാടിക്കടക്കും, ഓവർകം ചെയ്യും എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ വഴിത്തികളുടെ ഹോടോജനത്തിൽ തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. 30-ാമത്തെ വാക്യം: യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറിയാരുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപയുടെ കാൽക്കിന് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? അവൻ നമ്മുടെ പരിചയമാണ്. നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. അവൻ നമ്മുടെ റോക്ക് ഓഫ് ഏജസ് എന്ന് പറയും, തലമുറകൾ യുഗങ്ങളുടെ പാറ എന്ന് പറയും ക്രിസ്തു. അവൻ നമ്മുടെ പാറയാണ്, നമ്മുടെ സങ്കേതമാണ്. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും. ഒരു യുദ്ധത്തിന് എപ്പോഴും നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ അരമുറുക്കുക, അതൊരു സ്ട്രോങ് ഇതാണ്. ഒരു യുദ്ധത്തിന് ഉറച്ചു നിൽക്കണേ അരമുറുക്കിയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ അരമുറുക്കും, നമ്മളെ ബലപ്പെടുത്തും. എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. നമ്മുടെ കുറവുകളൊക്കെ ഉണ്ട്, കുറവുകളും ന്യൂനതകളും എല്ലാം തീർക്കുന്ന ദൈവം. അതെല്ലാം മാറ്റി നമ്മളെ പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഇനി അവിടെ പറയാം: അവൻ എൻ്റെ കാലുകളെ മാൻപേയുടെ കാലിന് തുല്യമാക്കി. ദാവീദ് കാണുന്ന ഒരു വസ്തുത തൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് അങ്ങനെയും പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഓരോ ഉദാഹരണങ്ങൾ അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുക. അവിടെ പറയുക: എൻ്റെ കാലുകളെ അവൻ മാൻപേയുടെ കാലിന് തുല്യമാക്കി. മാൻപേയുടെ ഓട്ടം എന്തോട്ടം അല്ലേ? നമ്മൾ ചിന്തിക്കുക, ഈ മാനുകളെല്ലാം ഈ തൻ്റെ എതിരികളായ സിംഹവും പുലിയും എല്ലാം ഉള്ളതായ അതേ കാട്ടിൽ തന്നെ ഈ മാനും വസിക്കുന്നത്, അതിനെയും പുലർത്തുന്ന ഒരു ദൈവം അല്ലേ? ദൈവം അനുഭവിക്കാതെ എല്ലാം അതിൻ്റെ റേഷ്യോ. ഇപ്പം അതിനെ ഭക്ഷിക്കുന്ന മൃഗങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെതായ കാലങ്ങളിൽ അത് ഭക്ഷണവിധേയമാകും. കാരണം അത് വർദ്ധിച്ചാൽ, ഇപ്പോൾ ചിലയിടത്ത് കേട്ടിട്ടുണ്ട് മാനുകൾ വർദ്ധിച്ചു, അവിടുത്തെ പുല്ലെല്ലാം തിന്ന് തൂത്ത് അവിടെ വലിയ ഡ്രോട്ട്, അവിടെ വലിയ വരൾച്ച ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പം അതിനൊരു റേഷ്യോ ഉണ്ട്, ഈ പ്രകൃതിയിൽ തന്നെ ഒരു റേഷ്യോ ഉണ്ട്. എന്തിനും ഇന്ന മൃഗങ്ങൾ എത്ര വേണം, അതിൻ്റെയൊക്കെ ക്രമം തെറ്റുമ്പോഴാണ് മനുഷ്യൻ്റെ പ്രവർത്തന മുഖാൻ്റെ ക്രമം തെറ്റുമ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ അതേ കാട്ടിൽ തന്നെയാണ് അത് ജീവിക്കുന്നത്. അവിടെ കുഞ്ഞു മുയലും ജീവിക്കുന്നു അല്ലേ, അവിടെ ഇതെല്ലാം ജീവിക്കുന്നു. അപ്പം ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര അതുല്യമാണ്. ഇപ്പോൾ പറയുക, ദാവീദ് പറയും: എൻ്റെ കാലുകളെ മാൻപേയുടെ കാലിന് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ നിന്ന് നിൽക്കുമാറാക്കുന്നു. തൻ്റെ ഉയർച്ച, തൻ്റെതായ ജയത്തിൻ്റെ ഗിരികളോടെ അവൻ എൻ്റെ കൈകൾക്ക് വിദ്യാഭ്യാസം വരുത്തുന്നു, എൻ്റെ ഭുജങ്ങൾ താമ്രജാപം കുലയ്ക്കുന്നു. അത് ദൈവം അഭ്യസിപ്പിക്കുക, നമ്മളെ പരിശീലിപ്പിക്കുക. നമ്മൾ ഓരോ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കണം, അത് നമ്മുടെ തന്നെ ദൈവം പ്രാക്ടീസ് ചെയ്യിക്കുന്നു. നമ്മൾ വില്ലിങ് ആണെങ്കിൽ ദൈവം നമ്മളെല്ലാം പഠിപ്പിക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം എനിക്ക് തന്നിരിക്കും, നിന്റെ വലങ്ങ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കും. ദൈവത്തിൻ്റെ സൗമ്യത എത്ര വലിയത്! സൗമ്യതയോട് നമ്മളെ ക്ഷമിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ദൈവം. ആ രക്ഷയാണ് നമ്മുടെ പരിചയം എന്ന് പറയുന്നത്. ഞാൻ കാലടി വയ്ക്കേണ്ടതിന് വിശാലത വരുത്തി എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവർ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ കൊണ്ട് ഞാൻ അവരെ തകർത്ത് കളഞ്ഞു. അവർ എൻ്റെ കാൽക്കൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, നിന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പായിക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. ഇതെല്ലാം അവിടെ അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. കാലടി വെക്കേണ്ട വിശാലത വരുത്തി, നരിയാണെങ്കിൽ വഴുതിപ്പോയില്ല, ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല, എഴുന്നേറ്റ് കൂടാതെ അവർ തകർത്തു. നമുക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തകർക്കുകയാണ്, എല്ലാം തകരുകയാണ്. ശത്രുവിൻ്റെ കെണികളെല്ലാം തകരുകയാണ്.
ഇനി പിന്നെയും പറയാം, എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോടൊത്തവർ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. നമുക്കത് മനസ്സിലാവും. അത് എന്നെ പായിക്കുന്നവരെയും നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അതൊരു വലിയൊരു ഇതാണ്, ശത്രുക്കളെ പുറം കാട്ടുമാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഒരു പടയാളി എവിടെയാണ് അവൻ അമ്പ ചെയ്ത് അല്ലെങ്കിൽ വെടിയേറ്റതെന്ന് നോക്കും. മാറിലാണെങ്കിൽ അവൻ ധീരനാണ്, പുറകുവശത്താണെങ്കിൽ അവൻ ഭീരുവാണ്. കാരണം ഭയന്ന് ഓടിയപ്പോഴാണ് അവർ വെടികൊണ്ടത്. മറ്റൊരാൾ നേരിട്ട് അവസാനം വരെ യുദ്ധം ചെയ്തു നിന്നു എന്ന്. ഇവിടെ ശത്രുക്കളെക്കുറിച്ച് പറയുന്ന അവരുടെ പുറം കാട്ടുമാറാക്കി എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞോടി, അല്ലെ? പുറം കാട്ടുമാറാക്കി അവർ പിന്തിരിഞ്ഞോടുക. അത് അവരുടെ ഫെയിലറാണത്. അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായ യഹോവയുടെ നിലവിളിച്ചവന് ഉത്തരം അറിയില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടിപോലെ പൊടിച്ചു, വേദികളിലെ ചെടി പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് വിടുവിച്ചു, ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. എല്ലാം രക്ഷയുടേതാണ്. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു, അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചുകൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്ന എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. ഈ ജാതികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തിലെ അനുഭവങ്ങളെയൊക്കെ നമുക്ക് എന്നോട് സദൃശ്യപ്പെടുത്തി പറയാം. അപ്പം എല്ലാത്തിനും കീഴാക്കി തരികയാണ്. ഒന്നും നമ്മളെ ഓവർകം ചെയ്യുന്നില്ല, ഒന്നും നമ്മളെ ജയിക്കുന്നില്ല, എല്ലാം നമ്മുടെ കാൽ കീഴാക്കി തരുന്ന ദൈവം, അല്ലേ? അവൻ കാൽ കീഴെ മെതിച്ചു കളഞ്ഞു എന്ന് പറയാം ശത്രുവിനെ. എന്നാൽ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴ് വേഗത്തിൽ മെതിച്ചു കളയും. നമുക്ക് തന്നെ അതിനുള്ള ശക്തി തരും ദൈവം. നമ്മളെ എതിരിട്ടിരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും പാപങ്ങളെയും തിന്മകളെയൊക്കെ നമ്മൾ മെതിച്ചു കളയും. അത് നമ്മളെ വാഴാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവകൃപ നമ്മളിൽ നിറഞ്ഞ് ദൈവം തിന്മയിലെല്ലാം നമുക്ക് ജയോത്സവം നൽകും. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. 48 അവൻ ശത്രുവശത്ത് നിന്ന് വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ എന്നെ ഉയർത്തുന്നു. അതിൻ്റെയൊക്കെ മീതെ സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവയെ ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. ഇപ്പോൾ എന്താ ചെയ്യുന്നത് അവിടെ? ദാവീദ് സ്തോത്രം ചെയ്യുക. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അത് ദൈവത്തിൻ്റെ സ്തോത്രയാഗമാണ് ഏറ്റവും പ്രസാദം. നമ്മുടെ മറ്റൊന്നും അവന് ആവശ്യമില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ഞാൻ കുടിക്കുമോ? അതെല്ലാം പഴയ നിയമത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വെച്ചിരുന്ന ഒരു കാര്യം എന്നല്ല. ദൈവത്തിന് അതൊന്നും വേണ്ട, എല്ലാം ദൈവത്തിൻ്റെതല്ലേ. പിന്നെ പറയുകയാണ്, അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു, ദാവീദിനോ അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ദാവീദ് പുത്രനാണ് കർത്താവ് യേശുക്രിസ്തു. ആ കുരുടൻ കരയുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ. ഇവിടെ പറയാം, തൻ്റെ അഭിഷേകത്തിൻ്റെ ദയ കാണിക്കുന്നു, അവൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. മഹാരക്ഷ നൽകുന്ന മഹാദൈവം, നമ്മുടെ രക്ഷകന് മഹാദൈവവുമാകുന്ന കർത്താവായ യേശുക്രിസ്തു. വളരെ വ്യക്തമായിട്ട് പറയാം, ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു, ദൈവമാണ്, അവൻ മഹാദൈവമാണ്. തീത്തോസ് 2:12 പറയാം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹനും വർജിട്ട് ഈ ലോകത്തെ സ്വഭാവത്തോടും നീതിയോടും ദൈവഹിതയോടും കൂടെ ജീവിച്ചു പോരേണ്ടതെല്ലാം നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവിടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവും യേശു ദൈവമാണ്, മഹാദൈവമാണ്. ഇവിടെ ദൈവം രക്ഷ നൽകുന്ന ദൈവം, നമ്മളെ നിത്യമായി രക്ഷിക്കുന്ന ദൈവം. ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം, നമുക്കും ജയത്തിൻ്റെ ധനുർഗീതം പാടുവാൻ കൃപ തരുന്ന ഒരു ദൈവം. നമുക്ക് ആ ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവങ്ങൾ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായൊരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുത്രൻ മുഖാന്തരം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇടകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏൽക്കേണ്ടുന്ന ശിക്ഷ ഞങ്ങൾക്ക് പകരമായി ഏറ്റെടുത്ത ക്രൂശിൽ ഞങ്ങൾക്ക് രക്ഷയുടെ വാതിൽ തുറന്നു തന്ന മഹാദൈവവും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവേ, അവിടുത്തെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ വരുന്നു. കർത്താവേ, ഞങ്ങളുടെ കാലുകളുടെ മാൻപയുടെ കാലിന് തുല്യമാക്കുന്ന ദൈവം, ഞങ്ങൾ കാൽ വഴുതുന്നു എന്ന് പറയുമ്പോൾ നീ എൻ്റെ ഗമനത്തെ ഉറച്ചു നിൽക്കുമാറാക്കി ഞങ്ങളുടെ വീഴ്ചകൾ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, വീണവരെ എഴുന്നേൽപ്പിക്കുന്ന, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന സർവശക്തനായ ദൈവം, അവിടുത്തെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി അടങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വഴി കുറവ് തീർക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ ആ പൂർണ്ണതയിലേക്ക് അവിടുത്തെ തിരുവിഷ്ടത്തിനൊത്തവണ്ണം തിരികെ പോലെ ഞങ്ങളെ പണിയണമേ, മെനയണമേ, വഴി നടത്തണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ അപ്പ. എല്ലാം ഓർത്തോർത്ത് നിന്നെ സ്തുതിക്കുവാൻ ജീവിത അനുഭവങ്ങളുടെ വലിയൊരു സമ്പത്ത് ഞങ്ങൾക്ക് അവിടെ തരണമേ. എല്ലാറ്റിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ ദൈവം വലിയവനെന്ന് ഞങ്ങൾക്ക് സാക്ഷിക്കുവാൻ ആ മധുര ഗീതം ഞങ്ങൾക്ക് പാടാൻ, സ്തോത്രഗീതം എപ്പോഴും ഞങ്ങൾക്ക് ഇടപെടാതെ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതുവരെയും തന്ന എല്ലാ കൃപകൾക്കായ സ്തുതി. മേലാലും നടത്തുവാൻ ദൈവമേ അവിടുന്ന് സർവ്വശക്തനായിരിക്കുക സ്തുതി. നിന്റെ കുരിശ് ഞങ്ങളെ മറയ്ക്കണമേ, തിരുക്കണമേ, തിരുനാമോത്തപ്പെടുത്തണമേ. ആമേൻ.